തോരാത്ത മഴ പെയ്യുമ്പോൾ ആകാശം കരയുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? ആരാ കരയാത്തവരായിട്ടുള്ളത് അല്ലേ? കരയാത്തവരായിട്ടുള്ളത് ആരുമില്ല. കരച്ചിൽ ശരിക്കും മോശമായിട്ടുള്ള കാര്യമാണ്. നീ ഒരു ആൺകുട്ടിയല്ലേ, നീ എന്തെങ്കിലും കരയണേ? പെൺകുട്ടികളെ പോലെ എപ്പോഴും കരയാം. പെൺകുട്ടികളല്ലെങ്കിൽ അങ്ങനെ ഫുൾ ടൈം കരച്ചില്ല. അവളോട് എന്തേലും ഒന്ന് പറഞ്ഞാൽ മതി, അപ്പം തുടങ്ങും അവളുടെ ഒരു പൂങ്കണ്ണീര്. ഇത് കേട്ടിട്ടുള്ളവരും പറയാത്തവരൊക്കെ ഉണ്ടാവുമോ നമുക്കിടയിൽ? അങ്ങനെ നിസ്സാരമായിട്ട് കളയേണ്ട ഒരു കാര്യമില്ല കേട്ടോ കരച്ചിൽ. കരയുക എന്ന് പറയുന്നത് നമ്മുടെ ബോഡി പ്രതികരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താനുള്ള ഒരു എളുപ്പ വഴിയാണ് കരച്ചിൽ. 3 തരത്തിലുള്ള കണ്ണുനീരുണ്ട്: റിഫ്ലെക്സ് ടിയേഴ്സ്, കണ്ടിന്യൂസ് ടിയേഴ്സ്, ഇമോഷണൽ ടിയേഴ്സ്. റിഫ്ലെക്സ് ടിയേഴ്സ് എന്ന് പറയുന്നത് നമ്മളൊരു സ്മോക്ക് കണ്ണിൽ കടിക്കുമ്പോൾ, അല്ലെങ്കിൽ സവോള നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത്, അതുമല്ല നമ്മൾ വേറെ എവിടെയെങ്കിലും ഡസ്റ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിക്കുന്ന സമയത്ത്, മുഖത്തേക്ക് അടിക്കുന്ന സമയത്ത് നമുക്ക് കണ്ണുനീർ ഗ്രന്ഥിയിൽ നിന്നും കണ്ണുനീര് ക്രിയേറ്റഡ് ആവും. അത് കുറച്ച് സമയത്തേക്ക് ചിലപ്പോൾ തുടർന്നുണ്ടാകാം. അതിനെ കണ്ടിന്യൂസ് ടിയേഴ്സ് എന്ന് പറയും. ആ കണ്ടിന്യൂസ് ടിയേഴ്സ് നമ്മുടെ ഇൻഫെക്ഷനിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. ഈ കണ്ടിന്യൂസ് ടിയേഴ്സിൽ 98% വാട്ടറാണ്. എന്നാൽ മൂന്നാം ഘട്ടമായിട്ട് ഇമോഷണൽ ടിയേഴ്സ്, അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഇമോഷണൽ ആയിട്ട് നമുക്ക് വരുന്ന സ്ട്രെസ് ഹോർമോൺസും, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന കുറച്ച് ടോക്സിൻസും, വിഷകരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാക്കുന്ന, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള അൺഹെൽത്തി ആയിട്ടുള്ള സബ്സ്റ്റൻസ്. അപ്പോൾ വെറുതെ കരയുന്നതല്ല, ഇപ്പോൾ കരച്ചിലും കുറച്ച് കാര്യമുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മളെ ബോഡിയിൽ ഇങ്ങനെ നമ്മൾ റിലീസ് ചെയ്യുന്ന സ്ട്രെസ് ഹോർമോൺസിലൂടെയാണ് കുറേ നേരം കരയുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടുന്നതായിട്ട് തോന്നിയിട്ടില്ലേ? അതെന്തുകൊണ്ടാണെന്നുള്ളത് ക്ലിയർ ആയില്ലേ? കുറേ അധികം നേരം നമ്മൾ കരയുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലും നമ്മുടെ മനസ്സിലുള്ള വേദനകൾ നമുക്ക് കുറയും. അതെങ്ങനെയാണെന്ന് അറിയാം? ഓക്സിറ്റോസിനും എൻഡോർഫിനും ഒക്കെ നമ്മളെ ബോഡിയിൽ ക്രിയേറ്റഡ് ആവാൻ തുടങ്ങും കുറേ നേരത്തെ കരച്ചിലൂടെ. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ഫീൽ ഗുഡ്, ഒന്ന് റിലാക്സിങ് ആയിട്ട് തോന്നും. അപ്പോൾ നമ്മുടെ ബോഡി മൊത്തമായിട്ടൊന്ന് റിലാക്സേഷനിലേക്ക് പോകും. അതിലൂടെ നമ്മുടെ മൂഡ് ഇമ്പ്രൂവ് ആവും. നമ്മളൊന്ന് ആ ഒരു ഇമോഷണൽ ബാലൻസിലോട്ട് പോകും. ഇമോഷണൽ ബാലൻസ് എന്ന് പറയുന്നത് നമുക്ക് സങ്കടം വരുമ്പോൾ മാത്രമല്ല കരച്ചിൽ വരാം. എക്സ്ട്രീം ഹാപ്പിനെസ്, ഫിയർ, ഷോക്ക്, ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് കരച്ചിൽ വരും. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പാനിക് ആവാതെ, അല്ലെങ്കിൽ നമ്മൾ അബ്നോർമലായി പോകാതെ നമ്മളെ ഒന്ന് സ്റ്റേബിളാക്കി നിർത്താൻ ഈ കരച്ചിലിന്, കണ്ണുനീരിന് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ മൂഡ് ഇമ്പ്രൂവ് ആവുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ തേങ്ങി കരയും, അല്ലെങ്കിൽ പൊട്ടി കരയുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമ്മൾ എക്സസീവായിട്ട് ബ്രീത്ത് ചെയ്യുകയാണ്. ആ ബ്രീത്തിലൂടെ നമുക്ക് കുറേ അധികം കൂളായിട്ടുള്ള എയർ നമ്മളെ ബോഡിയിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കരച്ചിൽ, സ്ട്രെസ്സായിട്ട് വരുന്ന കരച്ചിലിലൂടെ ആകുമ്പോൾ നമ്മൾ മൊത്തം ഒരു ഇറുകിയൊരവസ്ഥയിലായിരിക്കും, ഒരു കോൺസ്ട്രിക്റ്റഡ് ഫീലിംഗ് ആയിരിക്കും. അത് ഈ പതുക്കെയുള്ള ബ്രെത്തിലൂടെ ഒന്ന് നോർമലൈസായി നമ്മുടെ ഇമോഷണലി ബാലൻസ്ഡ് ആവാനും സഹായിക്കും. അതുപോലെ തന്നെ കുട്ടികളിലുള്ള കരച്ചിൽ, അവരെയും അവരുടെ ആ ഒരു ഇമോഷണൽ ടാൻട്രംസിനെ, അല്ലെങ്കിൽ ആങ്കർ ടാൻട്രംസിനെ, ആ വാശിയെ ഒക്കെ ഒന്ന് പിടിച്ചു വയ്ക്കാൻ ഈ കരച്ചിലിന് പറ്റുന്നേ. അപ്പോൾ കരയുമ്പോൾ എപ്പോഴും കരയും, എനിക്ക് എന്തിനും കരച്ചിൽ വരും, അല്ലെങ്കിൽ കരയുന്നവരാണ് എന്നൊക്കെ പറയുന്നത് ഒരിക്കലും അത് നിങ്ങളുടെ വീക്ക്നെസ് അല്ല, അത് നിങ്ങളുടെ ഒരു കഴിവാണെന്നേ. ഇനി കരയാതെ ആയാലോ? കരയാത്തവർ, ഞാൻ കരയില്ല, ഞാൻ ആരുടെ മുമ്പിൽ കരയില്ല, എനിക്ക് അങ്ങനെ ആരുടെ മുമ്പിൽ കരയാൻ ഇഷ്ടമല്ല, ഒരു അഭിമാനത്തോടെ ക്രെഡിറ്റോടെ പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ കരയാതിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻ സപ്രസ്ഡ് ആവുകയാണ്. അത് പല രോഗങ്ങൾക്കും കാരണമാവുന്നേ. അപ്പോൾ നമ്മുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് പുറത്തേക്ക് കളയാൻ ദേഷ്യത്തിലൂടെയോ ഒച്ചയെടുക്കുന്നതിലൂടെയോ ഷൗട്ട് ചെയ്യുന്നതിലൂടെയോ മാത്രമല്ല, ഒറ്റയ്ക്കിരുന്ന് കരയുന്നതും വലിയൊരു ഇമോഷണൽ റിലീസാണെന്ന് മനസ്സിലാക്കുക. അത് നിങ്ങളെ രോഗാവസ്ഥയിൽ നിന്നും രക്ഷിക്കാനുള്ള ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും തന്ത്രമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളാരും വീക്കല്ല കേട്ടോ.